ജപമാലമണിയിൽ മറഞ്ഞിരിക്കുന്നെൻ്റെ ജന്മസാഫല്യത്തിൻ നിധികൾ. ജപമാലമണിയിൽ മറഞ്ഞിരിക്കുന്നെൻ്റെ ജന്മസാഫല്യത്തിൻ നിധികൾ. ഓരോ മണിയും ഉരുവിടുമ്പോൾ ഞാൻ കോരിയെടുക്കുന്ന മണിമുത്തുകൾ. ഓരോ മണിയും ഉരുവിടുമ്പോൾ ഞാൻ കോരിയെടുക്കുന്ന മണിമുത്തുകൾ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളിനോട് അനുബന്ധിച്ച് ഈ ഇടവകയിലെ ഈ പ്രാർത്ഥന വിരുന്നിൽ സംബന്ധിക്കുവാൻ ഏവർക്കും സ്വാഗതം. കടപ്പളാമറ്റം ഇടവക നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവും പേറുന്ന ഇടമാണ്. 10 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ക്രൈസ്തവ വിശ്വാസികളെ ഒരു ദേവാലയം പടുത്തുയർത്തി. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അത് നശിപ്പിക്കപ്പെടുകയും കുറേ കാലത്തേക്ക് ഇവിടെ ക്രൈസ്തവ സാന്നിധ്യം ഇല്ലാതാവുകയും ചെയ്തുവെങ്കിലും വീണ്ടും ഇവിടെ ദേവാലയം സ്ഥാപിക്കുകയും ഒരു ക്രൈസ്തവ സമൂഹം വളർന്ന് വരികയും ചെയ്തു. ഇന്നിവിടെ തലയുയർത്തി നിൽക്കുന്ന ഈ ഇടവക ദേവാലയം ഇവിടുത്തെ നാനാജാതി മതസ്ഥരുടെ ആശ്രയ കേന്ദ്രമാണ്. ഈ പള്ളിക്ക് വലിയ ചരിത്രമുണ്ട്. ഇടക്കാലം കൊണ്ട് നഷ്ടപ്പെട്ട പള്ളി വീണ്ടും പുനരാരംഭിച്ചപ്പോൾ ഇത് ചെറുപ്പങ്കൽ പള്ളിയുടെ കുരിശുപള്ളിയായി കുറേ കാലം കൊണ്ടുപോയി. അതിൻ്റെ ചാർജ് വഹിച്ചിരുന്നത് ചെറുപ്പങ്കക്കാരനായ വട്ടമറ്റത്തിൽ ചെറിയത് കത്തനാരാണ്. അദ്ദേഹം ഒരു വൈകിട്ട് സുഹൃത്തുക്കളുമൊത്ത് കടപ്പളാമറ്റത്തേക്ക് യാത്ര ചെയ്ത് നടന്നു വരുമ്പോൾ ഇവിടുത്തെ പള്ളിയുടെ സമീപത്ത് എത്തിയപ്പോൾ വഴിയരികിൽ നിന്നും ഒരു നിലവിളി കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. മുന്നോട്ട് വന്ന് ശ്രദ്ധിച്ചിട്ടും ആരെയും കാണുന്നില്ല. തിരിച്ച് പോരാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ആ നിലവിളിയും കരച്ചിലും ആവർത്തിക്കപ്പെട്ടു. അച്ഛൻ ധൈര്യം സംഭരിച്ച് വഴി സൈഡിൽ ചെന്ന് ചപ്പും ചവറും മാറ്റി നോക്കിയപ്പോൾ അത്ഭുതകരമായൊരു കാഴ്ചയാണ് കണ്ടത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു രൂപം ഉണ്ണിയെ കയ്യിലേന്തി ഇരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഒരു ജലഛായ ചിത്രമാണ് കണ്ടുകിട്ടിയത്. വർഷങ്ങൾക്ക് മുമ്പ് നശിപ്പിക്കപ്പെട്ട പഴയ പള്ളിയിൽ ഉണ്ടായിരുന്ന രൂപമായിരുന്നു അത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭക്ത്യാദരവോടെ ആ രൂപം അച്ഛനെടുക്കുകയും കൂട്ടുകാരോടൊത്ത് അത് കൊണ്ടുവരികയും ചെറിയ റിപ്പയറിങ്ങൊക്കെ നടത്തി ആ രൂപം പള്ളിയുടെ പ്രധാന അൾത്താരയിൽ സൂക്ഷിക്കുകയും ചെയ്തു. ആ രൂപമാണ് ഈ റോസറി ഗാർഡനിൽ ഇപ്പോൾ പ്രതിഷ്ഠിച്ച് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഈ ചിത്രം. അത്ഭുത ചിത്രമായിട്ട് ആളുകൾ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രൂപത്തിന് മുമ്പിൽ അമ്മയിലൂടെ ഈശോയിലേക്ക് വരുവാനുള്ള വഴിയാണ് അമ്മ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. മണ്ണിത്തോടിനായി കാക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ, ആ ജീവനീരെനിക്കേകിടണേ, യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ. ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിലെന്നോടൊന്നിടപെടണേ, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലായിരുന്ന് ആഴത്തിലെന്നോടൊന്നിടപെടണേ, ഈശോയെ ആത്മാവിലെന്നോടൊന്നിടപെടണേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ, ഞങ്ങളുടെ വിശ്വാസ വഴികളിൽ ഇടപെടണമേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ഈ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലും ഇടപെടണമേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ, സഭയിലെ ഈ തിരുനാളിന്റെ കാലഘട്ടങ്ങളിൽ ഇടപെടണമേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ലോകം മുഴുവനിലേക്കും ഇടപെടണമേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ, ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഇടപെടണമേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 132 അധ്യായം 24 വചനം പറയുന്നു, ഇതാണ് എന്നേക്കും എൻ്റെ വിശ്രമസ്ഥലം, ഞാനിവിടെ വസിക്കും. ഇതാണ് എന്നേക്കും എൻ്റെ വിശ്രമസ്ഥലം, ഞാനിവിടെ വസിക്കും. എന്തെന്നാൽ ഞാനത് ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ദിവ്യകാരുണ്യത്തിലൂടെ നമ്മോട് പറയുന്നു, പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടാണ് എൻ്റെ വിശ്രമസ്ഥലം. വാഗ്ദാന പേടകത്തിൽ എപ്രകാരം ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ദൈവം വസിച്ചോ, അതുപോലെ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ നമ്മുടെ കർത്താവ് വസിക്കുന്നു. ആ അമ്മയോടൊപ്പം ശിശുവിനെ കാണുകയും ആരാധിക്കുകയും ചെയ്തുവെന്നാണ് മത്തായിയുടെ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത്. ഉണ്ണീശോയെ അവർ അമ്മയായ മറിയത്തോടൊപ്പം ആരാധിച്ചുവെന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ അത്ഭുത ചിത്രം സ്ഥിതി ചെയ്യുന്ന ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മൾ ഈശോയെ ആരാധിക്കുമ്പോൾ, ജ്ഞാനികൾ ഈശോയെ ആരാധിച്ചതുപോലെ അവരുടെ ആരാധനയോട് ചേർന്ന് നമ്മളും ആരാധിക്കുകയാണ്. നമുക്കും കർത്താവിനോട് പറയാം, ഈശോയെ ഞങ്ങളും ആരാധിക്കുന്നു. പുൽക്കൂട്ടിൽ അങ്ങേ ആരാധിച്ച ജ്ഞാനികളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാഹജലത്തിനു വേണ്ടി പേടമാൻ ദാഹിക്കുന്നത് പോലെ ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങൾ ദാഹിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ഈ ദേവാലയത്തിൽ വന്ന് ഞങ്ങളും ദാഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. എത്രയോ നൂറ്റാണ്ടുകളായി ദൈവജനം ശരണപ്പെട്ടിരുന്ന ഈ ആലയം, ദൈവജനം അഭയം പ്രാപിച്ച ഈ ആലയം, ഈ ദേശവാസികൾക്കും അനേക ദേശങ്ങളിൽ നിന്ന് വന്നവർക്കും അഭയമായ അനുഗ്രഹമായ ഈ ദേവാലയം, ശിരസുയർത്തി നിൽക്കുന്ന ഈ ദേവാലയം
തകർക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റ ഈ ദേവാലയം, പരിശുദ്ധ അമ്മയുടെ വലിയ കൃപകൾ ഒഴുകുന്ന ഈ ദേവാലയം, ഈ ദേവാലയത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇടപെടണമേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ. നൂറ്റാണ്ടുകളോളം തകർക്കപ്പെട്ടിട്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റതുപോലെ, നൂറ്റാണ്ടുകളോളം തകർന്നു കിടന്നിട്ടും വിസ്മരിക്കപ്പെട്ടിട്ടും ദൈവമേ, സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് ഇടപെട്ട് വീണ്ടും ഈ മണ്ണിൽ ഒരു ആലയം ഉയർത്തിയതുപോലെ ഈ കാലഘട്ടത്തിലും വീണ്ടും ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭയിൽ എല്ലാം ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. നീർച്ചാല് തേടുന്ന മാൻപേടയെ പോലെ ഈശോയെ, ഞങ്ങളും അങ്ങയെ തേടുന്നു. ഈ അമ്മ വഴിയിലൂടെ ഞങ്ങൾ അങ്ങയെ അന്വേഷിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ വലിയ കൃപകൾ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മുത്തിയമ്മയുടെ മാധ്യസ്ഥതയിലൂടെ വലിയ കൃപകൾ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ ആത്മീയ മേഖലകളിൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ, ഈ കാലഘട്ടത്തിന്റെ നിലവിളികളിൽ വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 29-ാം വാക്യം പറയുന്നു, രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. നിലവിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ വിലാപങ്ങളുടെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തകർന്നു പോകുന്ന ദൈവജനത്തിന് മേൽ, തകർന്നു പോകുന്ന വിശ്വാസ മേഖലകളെ ഓർത്ത്, തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെ ഓർത്ത്, തകർന്നു പോകുന്ന മനുഷ്യരാശിയെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഈശോ നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ നിലവിളി, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മണ്ണിൽ മുഴങ്ങിയ നിലവിളി, ആ വലിയ നിലവിളിയായിരുന്നു. ഒരു ദേശത്തിന് വീണ്ടും കൃപയൊഴുകാനുള്ള ഒരു നിലവിളി, ഈ ദേശത്ത് വീണ്ടും ദൈവാരാധന ഉയരാനുള്ള നിലവിളി, ഈ ദേശത്ത് വീണ്ടും തകർക്കപ്പെട്ട സ്വപ്നങ്ങൾ പണിതുയർത്താനുള്ളൊരു നിലവിളി. ആ നിലവിളിയുടെ ബാക്കി പത്രമാണ് നൂറ്റാണ്ടുകൾ അവശേഷിക്കുന്ന ഈ ദേവാലയം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അമ്മയുടെ തിരുനാളിനൊരുങ്ങുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ കണ്ണുനീരും, പരിശുദ്ധ അമ്മയുടെ വിലാപവും, പരിശുദ്ധ അമ്മയുടെ വേദനയും നെഞ്ചിലേറ്റിക്കൊണ്ട് ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനായി മെനഞ്ഞിടണേ. കർത്താവിന് വിട്ടുകൊടുക്കാം, എല്ലാ കുറവുകളോടും കൂടി വിട്ടുകൊടുക്കാം. അമ്മ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഈശോയെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. എല്ലാ ആത്മീയ ആഗ്രഹങ്ങളും, എല്ലാ ഭൗതിക ആഗ്രഹങ്ങളും,
എല്ലാ തകർച്ചകളും, എല്ലാ ക്ഷയിച്ചു പോയ അവസ്ഥകളും, എല്ലാ പരിമിതികളും എല്ലാം വിട്ടുതരുന്നു കർത്താവേ. പരിശുദ്ധ അമ്മ വഴി വിട്ടുതരുന്നു കർത്താവേ. ഞങ്ങളുടെ വിശ്വാസ മേഖലകളെ വിട്ടുതരുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടുതരുന്നു, ഞങ്ങളുടെ തകരുന്ന മേഖലകളെ വിട്ടുതരുന്നു, ബന്ധങ്ങളെ വിട്ടുതരുന്നു, സാമ്പത്തിക മേഖലകളെ വിട്ടുതരുന്നു, ആരോഗ്യത്തിന്റെ മേഖലകളെ വിട്ടുതരുന്നു, മക്കളുടെ ഭാവിയെ വിട്ടുതരുന്നു, മക്കളുടെ സ്വപ്നങ്ങളെ വിട്ടുതരുന്നു. എല്ലാ മേഖലകളിലും അമ്മയുടെ കണ്ണുനീരോട് ചേർത്ത് ഈശോയെ വിട്ടുതന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആത്മീയ മേഖലയിൽ ഇടപെടണമേ. ഞങ്ങളുടെ കുറവുകളുടെ മേഖലയിൽ ഇടപെടണമേ. ഞങ്ങളുടെ വിശ്വാസ വഴികളിൽ ഇടപെടണമേ. ഞങ്ങളുടെ ദുശീലങ്ങളുടെ തഴക്കരോഷങ്ങളുടെ മേഖലയിൽ ഇടപെടണമേ. ഞങ്ങളുടെ കൂട്ടായ്മകളിൽ ഇടപെടണമേ. ഞങ്ങളുടെ ഇല്ലായ്മകളിൽ, ദാരിദ്ര്യങ്ങളിൽ ഇടപെടണമേ. ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ, പദ്ധതികളിൽ, പരിശ്രമങ്ങളിൽ ഇടപെടണമേ. ശൂന്യമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇടപെടണമേ. കരങ്ങൾ ഉയർത്തി ആരാധന, ആരാധന എൻ്റെ ഈശോയെ, ആത്മാവിൽ ആരാധന, ഈശോയെ ആരാധിക്കാം നമുക്ക്. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പിതാവേ ആരാധന, പിതാവേ ആരാധന, യേശുവേ ആരാധന, ആത്മാവേ ആരാധന, ഈശോയെ ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന ആരാധന, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോട് ചേർന്ന ആരാധന, പരിശുദ്ധ അമ്മയോട് ചേർന്ന ആരാധന, സ്വർഗത്തോട് ചേർന്ന ആരാധന. നൂറ്റാണ്ടുകളായി സന്നിധിയിൽ നിന്ന് കൃപ ലഭിച്ച എല്ലാ മക്കളോടും ചേർന്ന് ആരാധന, 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 യേശുവേ ആരാധന, 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 ആരാധന. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും, ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും, നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. എസെക്കിയേലിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനങ്ങളെ നമുക്ക് ഓർമ്മിക്കാം. ഈ ദേവാലയവും ഈ ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ പരിപാവനമായി സൂക്ഷിക്കപ്പെടുന്ന ആ പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത ചിത്രവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ ചിത്രം കാട്ടിത്തന്നുകൊണ്ട് ഈശോ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ തന്നെ എൻ്റെ ജനത്തെ നയിക്കും. പരിശുദ്ധ അമ്മയിലൂടെ നൂറ്റാണ്ടുകളായി ഈ ദേശത്തെ നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ നമുക്ക് ആരാധിക്കാം, നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം തേടാം. അമ്മയുടെ അത്ഭുത ചിത്രത്തിനരികിലിരുന്ന് നമുക്കും വിളിച്ച് പ്രാർത്ഥിക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം. നൂറ്റാണ്ടുകളോളം വനത്തിൽ ആരാലും അറിയപ്പെടാതെ പതിഞ്ഞു കിടന്നിരുന്നൊരു ചിത്രം ദൈവം കാത്തു സൂക്ഷിച്ചു. നൂറ്റാണ്ടുകളോളം, എത്ര നൂറ്റാണ്ടുകൾ ഇത് കിടന്നുവെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ ആ നൂറ്റാണ്ടുകളൊക്കെയും
ദൈവം ഈ ചിത്രത്തെ കാത്തു സൂക്ഷിച്ചു. വരുന്ന തലമുറയ്ക്ക് ഒരു വലിയ ഓർമ്മയായി, ഒരു പുണ്യമായി, ഒരു അനുഗ്രഹമായി ആ അമ്മയുടെ ചിത്രത്തോട് ചേർന്നിരുന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കനിവോരമമ്മേ കന്യാമ്പേ, അലിവോടെ പ്രാർത്ഥന കേൾക്കൂ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. കനിവോലുമമ്മേ കന്യാമ്പേ, അലിവോടെ പ്രാർത്ഥന കേൾക്കൂ. പരമാരിച്ചൊരിയോ മറിയമിന്നാശ്രയമേ അമ്മേ, നിറമിഴികളും തിരുസവിതേന തിരുദർശനവരമരുളേ. ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ അമ്മയെ വാഴ്ത്തി പാടാം. ആവേ മരിയ, ആവേ മരിയ. ഇരു കരങ്ങളും ഉയർത്തി എല്ലാ തലമുറകളോടും ചേർന്ന് ഈ ദേശത്തിന്റെ പുണ്യത്തോട് ചേർന്ന് ഈ ദേവാലയത്തിൽ ഈ അമ്മയെ വണങ്ങി എല്ലാവരോടും ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സങ്കേതം തേടി ആരെയും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല. ഈ ആലയത്തിൽ ദൈവം നൽകുന്ന ഉറപ്പാണത്. നമുക്ക് ആ വലിയ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മയ്ക്ക് വിട്ടുതരുന്നു. ഈ കാലഘട്ടത്തിൽ ജലപ്പരപ്പിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു കൊച്ചു കളിവെള്ളം പോലെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് സങ്കീർണങ്ങളായ ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മയ്ക്ക് വിട്ടുതന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ ഇടപെടണമേ, അമ്മേ ഇടപെടണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അലയും നെഞ്ചീവിതത്തോണിയമ്മേ, അലയാഴിപ്പോ മനമുലയും. എല്ലാ വേദനകളും സമർപ്പിക്കാം. അലയും നെഞ്ചീവിതത്തോണിയമ്മേ, അലയാഴിപ്പോ മനമുലയും. അകതാരിലാത്മീയ സൗഖ്യമേകും അണയാതി കൈത്തിരിക്കാക്കൂ. അണഞ്ഞു പോകുന്നത് പോലുള്ള ജീവിതത്തെ സമർപ്പിച്ചേ. എല്ലാ ഭയപ്പാടുകളും ഉത്കണ്ഠകൾ അമ്മയ്ക്ക് വിട്ടുകൊടുത്തേ. അണയാതി കൈത്തിരിക്കാക്കൂ. അമ്മയെ വിളിച്ചു പാടാം. ആവേ മരിയ, പരിശുദ്ധ അമ്മയിലേക്ക് കരങ്ങൾ നീട്ടി മരിയ. പരിശുദ്ധ അമ്മയെ വിളിച്ചു പാടാം. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. എല്ലാ തലമുറകളോടും ചേർന്ന് എലിസബത്തിനോട് ചേർന്ന് അമ്മയെ പ്രകീർത്തിക്കാം. ഗബ്രിയേൽ മാലാഖയോട് ചേർന്ന് ജനക്കൂട്ടത്തിൽ നിന്ന് മറിയത്തെ പ്രകീർത്തിച്ച ആ സ്ത്രീയോട് ചേർന്ന് എല്ലാ വിശുദ്ധരോട് ചേർന്ന് എല്ലാ മരിയ ഭക്തരോട് ചേർന്ന് എല്ലാ തലമുറകളോട് ചേർന്ന് ഈ ദേവാലയത്തിന്റെ പുണ്യത്തോട് ചേർന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച സകലരോടും ചേർന്ന് അമ്മയെ പ്രകീർത്തിക്കാം. ഈ കൂട്ടായ്മയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവരോട് നമുക്ക് 8 നോമ്പ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. ഭക്തിപൂർവ്വം നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരിക, അങ്ങേ ദാനങ്ങൾ നൽകി ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞങ്ങളെ നയിക്കുക. ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ജ്വലിപ്പിക്കുക. സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ആമേൻ. കന്യകമാർ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും.
രാജപുത്രിമാർ അവളെ പ്രകീർത്തിക്കും. അവൾ സൂര്യനെ പോലെ ശോഭയുള്ളവളാകുന്നു, ചന്ദ്രനെ പോലെ അഴകുള്ളവളുമാകുന്നു. അവൾ തന്റെ മാതാവിന്റെ ഏകപുത്രിയും പിതാവിന്റെ വത്സലകുമാരിയുമാകുന്നു. ആഴങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഞാൻ ജനിച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ അവിടുത്തെ ആനന്ദ വിഷയമായിരുന്നു, മനുഷ്യരെന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നു. എന്റെ മാർഗം പിന്തുടരുന്നവരെല്ലാം ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. എന്നെ കണ്ടെത്തിയവരെല്ലാം ജീവനെ കണ്ടെത്തിയിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമാമേ. വിശുദ്ധ യോവാക്കീം, അന്ന എന്നിവരിൽ നിന്നും വചനമാകുന്ന ദൈവപുത്രന്റെ മാതാവായ മറിയം ജനിച്ചു. അതുവഴി പൂർവ്വപിതാക്കന്മാരുടെയും നീതിമാന്മാരുടെയും മാത്രമല്ല എല്ലാ തലമുറകളുടെയും പക്കലേക്ക് അനുഗ്രഹം ഒഴുക്കപ്പെട്ടു. തലമുറകളുടെ മാതാവായ മറിയത്തെ നമുക്കും പ്രകീർത്തിക്കാം. ഏറ്റവും പരിശുദ്ധിയായ കന്യകാമറിയമേ, ദൈവത്തിന് പരിപൂർണമായി വിധേയപ്പെട്ട് തന്നെ സമർപ്പിച്ചതുകൊണ്ട് എല്ലാ തലമുറകളാലും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെടുവാൻ തക്കവിധം ദൈവമാതാവായി തീർന്ന അനുഗ്രഹീതയായ ഞങ്ങളുടെ അമ്മേ, ഇതാ മക്കളായി ഞങ്ങൾ നിന്റെ പക്കൽ അഭയം തേടുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദിവ്യപുത്രന്റെ ജനനത്തിനൊരുങ്ങിയ നന്മ നിറഞ്ഞ മറിയമേ, വഴിയും സത്യവും ജീവനുമായ നിന്റെ ദിവ്യപുത്രന് അനുയോജ്യമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലായ്പ്പോഴും ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ മാതാവേ, കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റാൻ മാധ്യസ്ഥം അപേക്ഷിച്ചതല്ലേ, അനുദിന ജീവിതത്തിലെ പ്രശ്നങ്ങളിലും ക്ലേശങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ. ഗാഗുൽത്തായിലേക്കുള്ള കുരിശിന്റെ വഴിയിലൂടെ തന്റെ പ്രിയപുത്രനെ അനുഗമിക്കുകയും കാൽവരിക്കുന്നിലെ കുരിശിൻ ചുവട്ടിൽ ഞങ്ങളെ മുഴുവനും നിന്റെ മക്കളായി സ്വീകരിക്കുകയും ചെയ്ത മറിയമേ, ഞങ്ങളുടെ സന്തോഷത്തിനും സന്താപത്തിനും നിന്റെ പ്രിയപുത്രനെ ആത്മാർത്ഥമായി അനുകരിക്കുന്നതിനും അങ്ങനെ നിന്റെ യഥാർത്ഥ മക്കളായി തീർന്ന് മിശിഹായുടെ സഹോദരനായി വളരുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് വാങ്ങി തരണമേ. ആമേൻ. ഈശോയുടെ തിരുസന്നിധിയിലിരുന്ന് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിശുദ്ധ അമ്മയുടെ നാമം വിളിച്ച് നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാലയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുക: ജപമാല എപ്പോഴും കുടുംബത്തിൻ്റെയും കുടുംബത്തിന് വേണ്ടിയുള്ളതുമായ പ്രാർത്ഥനയാണ്. ഒരിക്കൽ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് ഏറെ പ്രിയങ്കരമായിരുന്ന ഈ പ്രാർത്ഥന അതുവരെ നിശ്ചയമായും കൂടുതൽ കൂടുതൽ കുടുംബങ്ങളെ അടുപ്പിച്ച് നിർത്തിയിരുന്ന ഈ പ്രാർത്ഥന നമുക്കും ഇപ്പോൾ ആവർത്തിക്കാം. നമ്മുടെ കുടുംബങ്ങളിലായിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നാം ആരംഭിക്കുന്ന ഈ ധ്യാനാത്മകമായ യാത്രയുടെ അടിസ്ഥാനം വിശ്വാസമാണ്. ആ വിശ്വാസത്തെ നമുക്കും ഏറ്റുപാടിക്കൊണ്ട് ഏറ്റുപറയാം. സർവശക്തനും പിതാവുമാകുമേകനീശ്വരിൽ ഞങ്ങൾ വിശ്വസിച്ചിടുന്നു ഭക്തിയാർന്നു നിത്യവും. വിശ്വസിച്ചിടുന്ന
നിന്നു ദൃശ്യമെന്ന പോലെ ദൃശ്യമാം വിശ്വമൊക്കെയും രചിച്ച സർവസൃഷ്ടിനാഥനേ, സർവനാഥനായൊരീശനുള്ളൊരേക പുത്രനെ, സർവസൃഷ്ടികൾക്കു മുമ്പുള്ളൊരാദ്യജാതനെ, നിത്യനാം പിതാവിൽ നിന്ന് ജാതനെന്നിരിക്കലും സൃഷ്ടിയായി ഭവിച്ചൊരേകനാഥനീശോയിൽ വിശ്വസിച്ചിടുന്നു ഞങ്ങൾ സത്യദൈവമാണവൻ, സത്തയിൽ പിതാവുമൊത്തു നിത്യനേകനാണവൻ. സംവിധാനമങ്ങു ചെയ്തു വിശ്വമാകെ ഭംഗിയിൽ സൃഷ്ടമായി തന്നയാൽ സമസ്ത സൃഷ്ടിജാലവും ഭക്തിരാം നമുക്കു രക്ഷയേകിടാന്തയാൻവിധം സ്വർഗലോകവും വെടിഞ്ഞു താണിറങ്ങി വന്നവൻ. ദിവ്യമാമരൂപിയാലെ കന്യയായ മേരിയിൽ നിന്നു മേനിയും ധരിച്ചു മധ്യനായി പിറന്നവൻ. പീഡകൾ സഹിച്ചു പിലാത്തോസ് വാഴും നാളിലായി ക്രൂശിൽ ജീവനേകി വയ്ക്കപ്പെട്ടു കല്ലറയ്ക്കകം. പിന്നെ മൂന്നാം നാളുയർത്തു തിരുവെഴുത്ത് ചൊന്നപ്പോൾ തുങ്കമാം മഹത്വമോടും തന്റെ ദിവ്യശക്തിയാ ഭോഗി സ്വർഗലോകമെന്നു വാണിടുന്ന പൂജ്യനാം കാതലുള്ള വലതുഭാഗം ചേർന്നു നിത്യമഹിമയിൽ. വീണ്ടും അങ്ങണഞ്ഞിടും വിധിക്കുവാൻ സജീവനാം ഭക്തരോടു കൂടി വച്ചു നിദ്ര പുൽകിയോരെയും വിശ്വസിച്ചിടുന്നു ഞങ്ങളേക ദിവ്യമാവിലും ശൈഹികം പവിത്രമേക സാർവത്രിക സഭയിലും പാപമോചനത്തിനുള്ളൊരേകമാമോദീസയും വീനി തന്നുയർക്കും നിത്യമായിടുന്നൊരായുസ്സും ഏറ്റു ചൊല്ലിടുന്നു ഞങ്ങളാദരാൽ നിരന്തരം, ഏറ്റു ചൊല്ലിടുന്നു ഭക്തിപൂർവമെന്നുമെന്നുമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ മകളും പുത്രന്റെ അമ്മയും പരിശുദ്ധാത്മാവിന്റെ ആലയവുമായ അമ്മേ, ഞങ്ങളെ വിശ്വാസം, ശരണം, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ ഉണ്ടാകാൻ അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദിവ്യരഹസ്യത്തിൽ മംഗളവാർത്തയെ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത ചിത്രത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ വലിയ മംഗളവാർത്തകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഒരു വ്യതിചലനം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അമ്മയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ പഴയ അവസ്ഥകളിലേക്ക്, നന്മയുടെ അവസ്ഥകളിലേക്ക് തിരികെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും വേണ്ടി നമുക്ക് ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കോവിഡ് മഹാമാരി അവസാനിച്ച് നമ്മുടെ ജീവിതങ്ങൾ സാധാരണഗതിയിലേക്ക് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കരങ്ങൾ ഉയർത്തി ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യത്തിൽ പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിച്ച് സഹായിക്കുന്നത് നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മ കടന്നു വരുന്നതെല്ലാം ബുദ്ധിമുട്ടുന്നവരുടെ അരികിലേക്കാണ്. സഹായവും ശുശ്രൂഷയും ആവശ്യമുള്ള ഇടങ്ങളിലേക്കെല്ലാം അമ്മ കടന്നു വരുന്നു. നമുക്ക് ഓർമ്മിക്കാം, ഈ ദേശം പരിശുദ്ധ അമ്മ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ അതാണ്. എവിടെയെല്ലാം തകർച്ചയുണ്ടോ അവിടെ അമ്മ നിലവിളിക്കുന്നു. അവിടെ ഉയർത്താൻ വേണ്ടി, അവരുടെ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടും ഉയർത്തുവാൻ വേണ്ടി അമ്മ നിലവിളിക്കുന്നു, കാത്തിരിക്കുന്നു. ആ വലിയ ബോധ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ഈ കൂട്ടായ്മയെ സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ഈശോയിൽ നകർന്ന് ജീവിക്കുന്നവരെ സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കൂദാശകൾ നകന്നു ജീവിക്കുന്നവരെ സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ അമ്മയിൽ നകന്നു ജീവിക്കുന്നവരെ സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എല്ലാ പ്രവാസികളെയും സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പഠന മേഖലകളിലായിരിക്കുന്നവരെ സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ജോലി മേഖലകളിൽ ഞെരുങ്ങുന്നവരെ സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരമുയർത്തി പ്രാർത്ഥിക്കാം. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ജനനത്തെ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മയിലൂടെ ലോകത്തിൽ ലഭിച്ച ഏറ്റവും വലിയ കൃപ ഈശോയാണ്. ആ വലിയ ബോധ്യത്തോടെ ആ കൃപ തരുവാൻ തക്കവിധം യോഗ്യയായ പരിശുദ്ധ അമ്മയോട് വീണ്ടും നമുക്ക് കൃപകളും അനുഗ്രഹങ്ങളും യാചിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയിൽ വേദനയോടെ പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എല്ലാ മാരക രോഗങ്ങളുള്ള മക്കളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ശാരീരിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. മാനസിക രോഗികളായ എല്ലാവരെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വലിയ മനോഭാരത്താൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ക്ഷയിച്ചു പോകുന്ന എല്ലാ മേഖലകളെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വലിയ സമാധാനം നഷ്ടപ്പെട്ടവരെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സ്നേഹം തണുത്തുറഞ്ഞ മേഖലകളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിശ്വാസം മന്ദീഭവിച്ച മേഖലകളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നിരാശമുറ്റിയവരെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. 4-ാം ദിവ്യരഹസ്യത്തിൽ ശുദ്ധീകരണ തിരുനാൾ വന്നപ്പോൾ ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചതിനെ നമുക്ക് ധ്യാനിക്കാം. ഈ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ കൂടിയാണിത്. ഈ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ, മക്കളെ, നമുക്കുള്ളവയെ എല്ലാം പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ സമർപ്പിച്ചതുപോലെ, ദൈവത്തിന് വിട്ടുകൊടുത്തതുപോലെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബങ്ങളെയും അതിൻ്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഭവനങ്ങൾക്ക് വേണ്ടിയും തമ്പുരാനോട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. 5-ാം ദിവ്യരഹസ്യത്തിൽ ഈശോയെ ദേവാലയത്തിൽ കാണാതെ അന്വേഷിച്ച് 3-ാം നാൾ പരിശുദ്ധ അമ്മ കണ്ടെത്തുന്നതിനെ നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മ നഷ്ടപ്പെട്ടവയെല്ലാം നമുക്ക് പ്രാപിച്ചു തരുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ നൂറ്റാണ്ടുകൾ വിസ്മൃതിയിലാണ്ടിരുന്ന ഒരു പ്രദേശത്ത് വീണ്ടും വലിയ ശക്തമായ അമ്മ സാന്നിധ്യവും ദൈവീക ആരാധനയും കൊണ്ടുവന്ന വലിയ ഒരു സ്വർഗത്തിൻ്റെ ഇടപെടലിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും നഷ്ടപ്പെട്ടു പോയവയെല്ലാം അമ്മയ്ക്ക് കൊടുത്ത് വീണ്ടും പ്രാർത്ഥിക്കാം. അമ്മ നമ്മോടൊപ്പം അന്വേഷിച്ച് അവയെല്ലാം കണ്ടെത്തി തരും. പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മീയ മേഖലകളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ അധ്വാനത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. തടസ്സമായ ജീവിതാന്തസ്സുകളെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ദുശീലങ്ങളുടെ വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എല്ലാ അടിമത്തങ്ങളെയും സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ സ്വസ്ഥമായ ഒരു ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നയിക്കുവാമേ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഈ ജപമാലയെ സകല വിശുദ്ധരുടെയും യോഗ്യതകളോട് ചേർത്ത് നമുക്ക് സമർപ്പിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹനാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടി എന്നായി ചേർത്ത് പരിശുദ്ധ അമ്മയുടെ തൃപ്പാദങ്ങൾ കാഴ്ചവെപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് സമർപ്പിച്ച ജപമാല ഈശോയുടെ അരികിലിരുന്ന് നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അമ്മ അത് ഈശോയെ പരമേൽപ്പിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭവനങ്ങളിലായിരുന്ന് ജപിച്ച ജപമാലയുടെ പ്രതീകമായി ഇപ്പോൾ ഞങ്ങളുടെ കരങ്ങളിലുള്ള ഈ ജപമാല പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിൽ സമർപ്പിച്ച് നമ്മൾ കാഴ്ചവെക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും എല്ലാം അമ്മയ്ക്കിപ്പോൾ ഈ ജപമാല വഴി സമർപ്പിക്കാം. നമ്മൾ ചൊല്ലിയതും ജപിച്ചതും ചേർത്ത് വെച്ചതും അമ്മയ്ക്ക് കൊടുക്കാം. ഞാൻ മടങ്ങി
കണ്ണുനീ പ്രാർത്ഥനയോടെ കാത്തിരുന്ന മാതാവേ ഞാൻ കാഴ്ചവയ്ക്കുന്നു എന്നെയുമെല്ലാരെയും നിൻ വിമല ഹൃദയത്തിൽ എന്നെയുമെല്ലാരെയും നിൻ വിമല ഹൃദയത്തിൽ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന